ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ സെയിൽസിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ക്ലോസിങ്ങിൽ ഒരുപാട് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് ക്രോസ് ചാനൽ സെല്ലിംഗ്. എന്താണ് ക്രോസ് ചാനൽ സെല്ലിംഗ്? ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കൊരു കസ്റ്റമറുടെ ലീഡ് വരുന്നുണ്ട്. അത് പല മെത്തേഡ്സ് വഴി വരാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ കോൾസ് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ലീഡ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. നോർമലി UTCയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലീഡ് വരും. നിങ്ങളുടെ സ്റ്റേഷൻ മാനേജർ നിങ്ങൾക്ക് ലീഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ലീഡിന് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് കോളാണ് ചെയ്യുന്നത്, അല്ലേ? ഈ കോള് ചെയ്യുമ്പോൾ മേ ബി ആ കസ്റ്റമർ വർക്കിൽ ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ട്രാവലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസി ആയിരിക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? കസ്റ്റമർ കോൾ എടുത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? നമ്മളപ്പോൾ ഡ്രോപ്പ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു നോക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇതേ കസ്റ്റമർ മേ ബി നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇമെയിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ മേ ബി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൾ എടുത്തിട്ട് സംസാരിക്കാത്ത ഒരു കസ്റ്റമർ മേ ബി വാട്സപ്പിലൂടെ നമുക്ക് റിപ്ലൈ തരും. അത് ത്രൂ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പിന്നീട് കൺഫർമേഷൻ്റെ അവിടെ എത്തി നിങ്ങൾക്കത് പിന്നീട് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ കോൾ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? അത് ഇൻട്രസ്റ്റഡ് ഇല്ലാത്ത കസ്റ്റമറാണെന്ന് വിചാരിക്കരുത്. പല ആൾക്കാരും പല കേസുകളിലും ബിസി ആയിരിക്കാം. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻസി കേസുകൾ കൊണ്ട് മേ ബി ഫോൺ എടുക്കാൻ പറ്റാതിരിക്കാം. പക്ഷെ അതേ കസ്റ്റമർ ചാറ്റ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. ചില ആൾക്കാർക്ക് അധികം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് ആരും ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് വിചാരിക്കരുത്. നിങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു രീതിയിൽ, അതായത് കോൾ എടുക്കാത്തൊരു കസ്റ്റമറെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് റിപ്ലൈ തരാത്ത കസ്റ്റമറെ, ചില ആൾക്കാർക്ക് ചാറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടല്ലോ, കോളായിരിക്കും താല്പര്യം. അപ്പോൾ ഏതാണോ ആ ക്രോസ് ചാനൽ, ആ രീതിയിൽ നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക, പ്രപ്പോസൽ അയച്ചു കൊടുക്കുക. പിന്നീട് അവർ വിളിച്ച് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. സോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ സെയിൽസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്.